നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് നമുക്കിപ്പം ഇപ്പോൾ ഹൗസ് വൈഫ് ആയാലും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാത്തവരും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കേക്കായാലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 50-60 രൂപയ്ക്കകത്താണ് ഞാനിത് സെറ്റ് ചെയ്തത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനൊരു ബ്രൗണി വാങ്ങിച്ചു, പിന്നെ ഒരു ഡയറി മിൽക്ക്, ഒരു മിൽക്കി ബാർ, പിന്നെ ഒരു ജംസ്. ബ്രൗണി 20 രൂപ എന്തോ ഉള്ളൂ. മിൽക്കി ബാറും ഡയറി മിൽക്ക് 10-ൻ്റെയാണ്, ജംസും 10-ൻ്റെ. അപ്പം അങ്ങനെ ആ മിൽക്കി ബാറും ഡയറി മിൽക്കും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. കാരണം നമുക്കതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. പിന്നെ ഫ്ലെയിം വേണമെന്നില്ല. അപ്പോൾ അതിൽ കുറേ സമയം ഇട്ട് വെച്ചിരുന്നാൽ മതി. അത് തനിയെ അങ്ങ് ആയിക്കോളും. അഥവാ ആയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പൂൺ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെൽറ്റായി പോകും. ഞാനൊരു പാത്രം എടുത്ത് അതിലോട്ട് ബ്രൗണി വെച്ച്, പിന്നെ ആദ്യം ഞാൻ മിൽക്കി ബാറാണ് ഒഴിച്ചത്. മിൽക്കി ബാർ ഒഴിച്ചപ്പോൾ തന്നെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഡയറി മിൽക്ക് ആണ് ഒഴിച്ചത്. എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ലവ് വരച്ചത് ആദ്യമേ ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ഇട്ട് കൊടുത്തില്ല, ഞാൻ ഒരെണ്ണം കൂടെ വരച്ചു. അത് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ കോൺഫിഡൻസിൽ വീണ്ടും വരയ്ക്കാൻ നോക്കി, പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ അതിനെ ഞാൻ ഉപേക്ഷിച്ചു. നേരെ ഡയറി മിൽക്ക് അതിലോട്ട് എല്ലാം ചെയ്തു. പിന്നെ ഇതിൽ ജംസ് വെക്കുന്നുണ്ട്. ആ ജംസ് വെക്കുന്നതിനേക്കാളും നല്ലത് ജംസ് ക്രഷ് ചെയ്തിടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാനിത് ചെയ്യുന്ന ഏകദേശം ഒരു 11:30 ആയി കാണും. ഏട്ടൻ ഉറക്കമായി. കാശി എൻ്റെ കൂടെ ഉണ്ട്. കാശി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഓരോ കുണ്ടണി കാണിച്ചിട്ട് പോകുന്നുണ്ട്, ഓരോന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകും. ഇതിപ്പോൾ ജംസ് എടുത്തുകൊണ്ട് പോയതാണ്, ഞാൻ തിരിച്ച് വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങുന്നതിൻ്റെ വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ കാശിനെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം ഞാനും എൻ്റെ ചേച്ചിയും കാശിയും കൂടെ ആയിട്ടാണ് പോയത്. അങ്ങനെ കാശി അവിടെ പോയപ്പോഴും എടുക്കണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. കാശി നടക്കണതുകൊണ്ട് തന്നെ ഭയങ്കര ബഹളമായിരുന്നു, ഓരോന്ന് വലിച്ചെടുക്കാനൊക്കെ നോക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ അടപ്പിലാവുമെന്നുള്ളത് നോക്കിയതാണ്. അപ്പോൾ ആയില്ല. പിന്നെ ഞാൻ ഒരു അരമണിക്കൂറുണ്ടല്ലോ, അപ്പോൾ പിന്നെ മെൽറ്റ് ചെയ്തതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറക്റ്റ് 12 മണിയൊക്കെ ആയപ്പം ഏട്ടനെ വിളിച്ച് ഉണർത്തി ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടെ ആയിട്ട് കേക്ക് കട്ട് ചെയ്തു. പക്ഷേ കാശി ഈ കേക്ക് കട്ടിങ്ങിലൊന്നും കൂടുതലല്ല. കാശിക്ക് കളിക്കാനുള്ളതാണ്. കുറേ നേരം അത് നോക്കിക്കൊണ്ടിരുന്നു, പിന്നെ അങ്ങ് ചാടി ഇറങ്ങി. അവിടെ ഗിഫ്റ്റ് വാങ്ങാൻ പോയടുത്ത് ഭയങ്കര ബഹളമായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഒന്ന് വാച്ചൊന്നും പൊട്ടിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ ഒരു മാഞ്ഞിൻ്റെ ക്ലോക്ക് ഉണ്ടായിരുന്നു, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏട്ടന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞാനിത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്, എനിക്ക് ഗിഫ്റ്റ് കാണിച്ചതെന്ന്. ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പൂട്ടി താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഗിഫ്റ്റ് ലാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇത് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുതിയ മോഡൽ വാച്ച് കൊള്ളാമല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ അതിൽ നിന്ന് അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വാച്ച് മാത്രമല്ല, ഞാനൊരു ഷർട്ടും കൂടെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കി. കാശിക്ക് ഈ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.